ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കാശ്മീരി റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് റോഗൻ ജോഷ്. ഇത് നമ്മൾ യൂഷ്വലി റെഡ് മീറ്റ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ഞാനിവിടെ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സി ജാറിലേക്ക് 3 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ 2 ടേബിൾ സ്പൂണ് ഡ്രൈ ജിഞ്ചർ പൗഡർ, നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും ഡ്രൈ ജിഞ്ചർ പൗഡർ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഫെനൽ സീഡ്സ്, പെരിഞ്ജീരകം. പിന്നെ 1 ടീസ്പൂണ് കായപ്പൊടി. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, 4 ഏലക്ക, പിന്നെ 1.5 ഇഞ്ച് വലിപ്പമുള്ള കറുവാപ്പട്ട, പിന്നെ ഒരു ബേ ലീഫും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് എണ്ണ ആഡ് ചെയ്ത് നല്ലപോലെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഏകദേശം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഞാൻ ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. യൂഷ്വലി റോഗൻ ജോഷ് നമ്മൾ റെഡ് മീറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഞാനിവിടെ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 800 ഗ്രാം ചിക്കൻ ഉണ്ട്. അപ്പം നമ്മളിനി ഇത് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, അതിനായിട്ടൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗീ, അതായത് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഓയിൽ പകരം നമ്മൾ ഗീ വേണം യൂസ് ചെയ്യാൻ, എന്നാലേ നമുക്ക് ഈ കറിയുടെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. 4 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഗീ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് പതുക്കെ ഒന്ന് ഗീ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അത്യാവശ്യം നല്ലപോലെ ഒന്ന് മൂക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു കുത്തലുണ്ടാവും. അപ്പം ചെറിയ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അടുത്ത നമ്മുടെ മെയിൻ ഐറ്റമായ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് കേർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കാണാം നമ്മുടെ ഗ്രേവി ഇങ്ങനെ തിക്കായി വരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ഈ സമയം ഇതിൻ്റെ അകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്.
ആ ഗ്രേവിയൊക്കെ നല്ലപോലെ ചിക്കൻ്റെ പീസിൽ അബ്സോർവ് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ആക്ച്വലി ഈ റോഗൻ ജോഷ് എന്ന് വെച്ചാൽ, റോഗൻ എന്ന് പറയുമ്പോൾ പേർഷ്യനിൽ ക്ലാരിഫൈഡ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ എന്നൊക്കെയാണ് അർത്ഥം. ജോഷ് എന്ന് പറയുമ്പോൾ ഒരു ഫിയറി റെഡ് എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ആ അപ്പിയറൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് സെറ്റിലായി. ആ ഒരു ഓയിൽ ലെയർ മാത്രം ഇങ്ങനെ മേളിൽ നിന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു റെഡ് കളർ വരണം നമ്മുടെ കറിക്കുണ്ടാവുക. അപ്പം നമ്മുടെ ചിക്കൻ റോഗൻ ജോഷ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.